Chapter 2 Units and Measurements Part 1 എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, അളക്കാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റിനെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നുണ്ട്. ഭൗതിക വസ്തുക്കൾ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് മാസ്, ലെങ്ത്, ടൈം എറ്റ്സെട്ര. മാസ്, ലെങ്ത്, ടൈം മുതലായ വസ്തുക്കളെ നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. അവയുടെ പ്രത്യേകത ഇറ്റ് കനോട്ട് ബി ഡിറൈവ്ഡ് ഫ്രം അതർ ക്വാണ്ടിറ്റീസ്. മറ്റ് ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റീനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏരിയ പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ഉപരിടത്താണ്. ഇപ്പോൾ രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. വോളിയം, ഫോഴ്സ്, വർക്ക്, ഇതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. എന്താണ് യൂണിറ്റ്സ് നോക്കാം. യൂണിറ്റ്സ് ആർ റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെഫറൻസ് സ്റ്റാൻഡേർഡ്, അവലംബകം എന്ന് പറയും. അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. Units are reference standards used to measure a physical quantity. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രത്യേകതകൾ നോക്കാം. ഫസ്റ്റ് വൺ, വെൽ ഡിഫൈൻഡ് ആൻഡ് സ്യൂട്ടബിൾ സൈസ്. അതിനെ വ്യക്തമായി നിർവചിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിനെന്തായിരിക്കാം? അനുയോജ്യമായ സൈസും ആയിരിക്കണം. സെക്കൻഡ് വൺ, ഈസിലി റീപ്രൊഡ്യൂസിബിൾ. നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാവണം വളരെ ഈസി ആയിട്ട്. മൂന്ന്, ഷുഡ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം, ടെമ്പറേച്ചർ, പ്രഷർ എറ്റ്സെട്ര. സമയത്തിനനുസരിച്ച്, ടെമ്പറേച്ചറിനനുസരിച്ച്, പ്രഷറിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഷുഡ് ബി അക്സെപ്റ്റഡ് ഇന്റർനാഷണലി. ഇന്റർനാഷണൽ ലെവലിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഇനി ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ഓഫ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. അതിൽ ഫസ്റ്റ് സിസ്റ്റം അതാണ് FPS സിസ്റ്റം. FPS സിസ്റ്റം ആണ് ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് സിസ്റ്റം. അതിൽ ഫൂട്ടിലെ F, പൗണ്ടിലെ P, സെക്കൻഡിലെ S, ഇവ മൂന്നും എടുത്തിട്ടാണ് FPS സിസ്റ്റം എന്ന് പറഞ്ഞത്. FPS സിസ്റ്റത്തിൽ യൂണിറ്റ് ഓഫ് ലെങ്ത് ഫൂട്ടാണ്. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് മാസ് പൗണ്ടാണ്. യൂണിറ്റ് ഓഫ് ടൈം ഈ സെക്കൻഡ്. അടുത്തത് CGS സിസ്റ്റം, സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് സിസ്റ്റം ആണ്. അപ്പോൾ അവിടെ യൂണിറ്റ് ഓഫ് ലെങ്ത് സെൻറ്റിമീറ്റർ ആണ്, യൂണിറ്റ് ഓഫ് മാസ് ഗ്രാം ആണ്, യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ് ആണ്. ഇനി MKS സിസ്റ്റം, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് സിസ്റ്റം. അപ്പോൾ അവിടെ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, അതുപോലെ തന്നെ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇനി MKS സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ്, വിപുലീകരിച്ചൊരു ഫോമാണ് SI സിസ്റ്റം, സിസ്റ്റം ഇന്റർനാഷണൽ. അപ്പോൾ അവിടെ നോക്കുക, ഓരോന്നിൻ്റെ യൂണിറ്റുകൾ നമുക്ക് നോക്കാം. ഇവിടെ യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ ആണ്, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ട് ആംപിയർ, ടെമ്പറേച്ചർ കെൽവിൻ, ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള്, ആംഗിൾ റേഡിയൻ, അതുപോലെ സോളിഡ് ആംഗിൾ സ്റ്റെറീഡിയൻ. ഇത്ര യൂണിറ്റുകളാണ് SI സിസ്റ്റത്തിൽ നോർമലായിട്ട് വരുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ വരുന്നത്. ലോങ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് മെത്തേഡിനെ വിളിക്കുന്ന പേര് പാരലാക്സ് മെത്തേഡ്. അതായത് ദൂരെയുള്ള വസ്തുക്കളുടെ ദൂരം അളക്കാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് ഗ്രഹങ്ങളിലേക്ക്, നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഗർ നോക്കുക. ഫിഗറിൽ നമുക്ക് ഒരു വസ്തുവാണ് S. ഭൂമിയിൽ നിന്ന് 2 പോയിന്റ് ക്യാപിറ്റൽ Aയും ക്യാപിറ്റൽ Bയും, അവ തമ്മിലുള്ള അകലം സ്മോൾ b ആണ്. Aയിൽ നിന്നും Bയിൽ നിന്നും Sലേക്കുള്ള ദൂരം ക്യാപിറ്റൽ D ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ Aയും ക്യാപിറ്റൽ Bയും Sയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ഇവിടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്, ആർക്ക് എന്ന് പറയുന്നത് സ്മോൾ b ആണ്, അതുപോലെ തന്നെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D ആണ്. അപ്പോൾ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു B/D എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഡിയുടെ വാല്യൂ നമുക്ക് കാണാം. D ഈസ് ഈക്വൽ ടു B/θ. ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് 1 degree 1 minute of arc
ആൻഡ് 1 സെക്കൻഡ് ഓഫ് ആർക്ക് ഇൻ റേഡിയൻ. അപ്പോൾ ഡിഗ്രീനെയും മിനിറ്റിനെയും അതുപോലെ തന്നെ സെക്കൻഡിനെയും റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് തന്നിട്ടുണ്ട് 360 ഡിഗ്രി 2π റേഡിയൻ ആണ്. അതുപോലെ തന്നെ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. നമുക്ക് നോക്കാം. തന്നതാണ് 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കത് കിട്ടി 2π/360 ആണ് വരിക. പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.0174 റേഡിയൻ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 1 മിനിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ 1 ഡിഗ്രി 0.0174 റേഡിയൻ ആണ്. അപ്പോൾ അതിൽ നിന്ന് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 0.0174നെ 60 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന വാല്യൂ 2.91 × 10⁻⁻⁴ റേഡിയൻ ആണ്. ഈ വാല്യൂവിനെ നമ്മൾ വീണ്ടും 60 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 1 സെക്കൻഡ് എത്ര റേഡിയൻ ആണ് കിട്ടി. അതിലെ വാല്യൂ ആണ് എത്ര? 4.85 × 10⁻⁶ റേഡിയൻ. ഇനി റേഞ്ച് ഓഫ് ലെങ്ത് നോക്കാം. 1 ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ ആണ്. 1 ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. 1 astronomical unit AU 1.496 × 10⁻11 മീറ്റർ. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. എർത്തിനും സണ്ണിനും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ലൈറ്റ് ഇയറിന്റെ വാല്യൂ 9.46 × 10⁻15 മീറ്റർ ആണ്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഒരു വർഷം കൊണ്ട് ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം, അതിനെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. മറ്റൊരു ലെങ്ത്തിന്റെ റേഞ്ചാണ് പെർസെക്. പെർസെക്കിന്റെ വാല്യൂ 3.08 × 10⁻16 മീറ്റർ ആണ്. ഇനി ഇതിന്റെ ഡിക്രീസിങ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡിലാണെങ്കിൽ ഏറ്റവും വലുത് പെർസെക്, അതിലും ചെറുത് ലൈറ്റ് ഇയർ, പിന്നെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആങ്സ്ട്രോം, ഫെർമി. അപ്പോൾ ഈ തന്ന ഏരിയയിൽ ഫെർമി, ആങ്സ്ട്രോം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പെർസെക് അത് ഇൻക്രീസിങ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. ഇനി എന്താണ് ഡയമെൻഷൻസ്? The dimensions of a physical quantity are the powers to which base quantities are raised to get that quantity. ഒരു ക്വാണ്ടിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് ക്വാണ്ടിറ്റീസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആക്കി മാറ്റുമ്പോൾ അതിൻ്റെ പവറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയമെൻഷൻസ്. എക്സാമ്പിൾസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലെങ്ത്തിനെ നമ്മൾ ഡയമെൻഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്, സ്ക്വയർ ബ്രാക്കറ്റ് L. അപ്പോൾ അത് വായിക്കുന്നത് ഡയമെൻഷൻ ഓഫ് L എന്നാണ്. അതുപോലെ തന്നെ മാസിനെ ഡയമെൻഷൻ ഓഫ് M, സ്ക്വയർ ബ്രാക്കറ്റ് M എന്ന് എഴുതുന്നു. ക്യാപിറ്റൽ T. ഇലക്ട്രിക് കറണ്ട് ക്യാപിറ്റൽ A. തെർമോഡൈനാമിക് ടെമ്പറേച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ K. ലൂമിനസ് ഇൻറ്റൻസിറ്റി CD. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ഈ രീതിയിലാണ് ഡയമെൻഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുക. നമുക്ക് ഓരോ ഡയമെൻഷൻസ് നോക്കാം. ഇപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. അപ്പോൾ ലെങ്ത്തിനെ നമ്മൾ L എന്നാ പറയുക, ബ്രെഡ്ത്തിനും L തന്നെയാണ് കൊടുക്കുക. അപ്പോൾ L × L ആണ് L സ്ക്വയർ. ഇപ്പോൾ ഡയമെൻഷണൽ ഫോർമുലേറ്റ് എഴുതുന്ന സമയത്ത് എമ്മിന് ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് മാസിന് ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ട് മാസ് റേസ്ഡ് 0 എന്ന് കൊടുത്തു. എല്ലിൻ്റെ ഡയമെൻഷൻ 2 ആണ്, അപ്പോൾ L സ്ക്വയർ എന്ന് കൊടുത്തു. ടിക്ക് ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് T റേസ്ഡ് 0. അപ്പോൾ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് L സ്ക്വയർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ M റേസ്ഡ് 0 L സ്ക്വയർ T റേസ്ഡ് 0. അടുത്തത് വോളിയം കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് ആണ്. അപ്പോൾ L × L × L L ക്യൂബ്. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല M റേസ്ഡ് 0 L ക്യൂബ് T റേസ്ഡ് 0. ഇനി ഡെൻസിറ്റി, മാസ് ബൈ വോളിയം M/L ക്യൂബ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ML ബൈ വരുമ്പോൾ L ക്യൂബ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് വരുമ്പോൾ L റേസ്ഡ് -3 ആയി. അപ്പോൾ ML റേസ്ഡ് -3 T റേസ്ഡ് 0. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/, ടൈം പീരിയഡ് ആണ്, 1/T ആണ്. അപ്പോൾ നമുക്ക് T റേസ്ഡ് -1 വന്നു. അപ്പോൾ M റേസ്ഡ് 0 L റേസ്ഡ് 0 T റേസ്ഡ് -1. ഇനി സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, L/T ആണ്. അപ്പോൾ L T റേസ്ഡ് -1, എമ്മിൻ്റെ വാല്യൂ M റേസ്ഡ് 0 ആണ്. ആക്സിലറേഷൻ പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ നമുക്കിപ്പോൾ കിട്ടിയതാണ് L T റേസ്ഡ് -1.
ബൈ ടൈം. അപ്പോൾ ആ ബൈ ടൈം ടി വരുമ്പോൾ മുകളിലേക്ക് വരുമ്പോൾ ടി റേസ്ഡ് -1 വരും. 2 ടി റേസ്ഡ് -1 വരുമ്പോൾ ടി റേസ്ഡ് -2. അപ്പോൾ നമുക്ക് എം റേസ്ഡ് 0 എൽ ടി റേസ്ഡ് -2. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് എം ആണ്, ആക്സിലറേഷൻ്റെ വാല്യൂ എൽ ടി റേസ്ഡ് -2 ആണ്. അപ്പോൾ ഫോഴ്സിൻ്റെ എം എൽ ടി റേസ്ഡ് -2. ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഫോഴ്സിൻ്റെ എം എൽ ടി റേസ്ഡ് -2 ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എം എൽ ടി റേസ്ഡ് -1. ഒരു ടി റേസ്ഡ് -2ഉം ടി റേസ്ഡ് 1ഉം കൂടി കട്ട് ചെയ്യുന്ന സമയത്ത് ടി റേസ്ഡ് -1 ആവും. വർക്കും എനർജി ഒരു ഫോമുലയാണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിൻ്റെ നമുക്ക് കിട്ടി എം എൽ ടി റേസ്ഡ് -2 ഇൻറ്റു എൽ. അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ്ഡ് -2. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. വർക്കിൻ്റെ തൊട്ടുമുകളിൽ നമുക്ക് കിട്ടിയതാണ് എം എൽ സ്ക്വയർ ടി റേസ്ഡ് -2 ബൈ ടി. അപ്പോൾ എന്ത് കിട്ടി? എം എൽ സ്ക്വയർ ടി റേസ്ഡ് -3. ഇനി മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് എം, വെലോസിറ്റിയുടെ നമുക്കറിയാം എൽ ടി റേസ്ഡ് -1 ആണ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റം കിട്ടി എം എൽ ടി റേസ്ഡ് -1. പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് രണ്ടിനും ഫോമുല ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിൻ്റെ നമുക്കറിയാം എം എൽ ടി റേസ്ഡ് -2 ബൈ ഏരിയയുടെ നമുക്കറിയാം എൽ സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എം എൽ റേസ്ഡ് -1 ടി റേസ്ഡ് -2. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഇത് ലെങ്ത് ആവാം, ഏരിയ ആവാം, വോളിയം ആവാം. അപ്പോൾ എൽ ബൈ എൽ അല്ലെങ്കിൽ എൽ സ്ക്വയർ ബൈ എൽ സ്ക്വയർ അല്ലെങ്കിൽ എൽ ക്യൂബ് ബൈ എൽ ക്യൂബ് ആണ് കിട്ടുക. അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. എം റേസ്ഡ് 0 എൽ റേസ്ഡ് 0 ടി റേസ്ഡ് 0. ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അത് കാണാനുള്ള ഫോമുല സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. നമ്മൾ സ്ട്രെസ്സിൻ്റെ ഫോമുല പഠിച്ചു, എം എൽ റേസ്ഡ് -1 ടി റേസ്ഡ് -2 ആണ്. സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും, എം എൽ റേസ്ഡ് -1 ടി റേസ്ഡ് -2. ഇനി സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സ് എം എൽ ടി റേസ്ഡ് -2 ബൈ എൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എം എൽ റേസ്ഡ് 0 ടി റേസ്ഡ് -2. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ബൈ ഏരിയ ആണ്. അപ്പോൾ എനർജി നമുക്കറിയാം എം എൽ സ്ക്വയർ ബൈ ടി റേസ്ഡ് -2 ബൈ എൽ സ്ക്വയർ. അപ്പോൾ എം എൽ റേസ്ഡ് 0 ടി റേസ്ഡ് -2. ഇനി വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് ആണ്. വെലോസിറ്റി എൽ ടി റേസ്ഡ് -1 ബൈ ഡിസ്റ്റൻസ് എൽ. അപ്പോൾ നമുക്ക് എം റേസ്ഡ് 0 എൽ റേസ്ഡ് 0 ടി റേസ്ഡ് -1. പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പ്രഷർ ബൈ ഡിസ്റ്റൻസ് ആണ്. പ്രഷർ എം എൽ റേസ്ഡ് -1 ടി റേസ്ഡ് -2 ബൈ എൽ. നമുക്ക് കിട്ടുന്നത് എം എൽ റേസ്ഡ് -2 ടി റേസ്ഡ് -2. ഇനി പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയാണ്. അപ്പോൾ എം എൽ റേസ്ഡ് -1 ടി റേസ്ഡ് -2 ഇൻറ്റു എൽ ക്യൂബ്. അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ്ഡ് -2.